എനിക്ക് നല്ല വിഷമമുണ്ടോ? എനിക്കൊരു നിന്നൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കണം. എന്നിട്ട് നീയൊക്കെ എവിടെ ഇരുന്നു? നീയൊക്കെ പഠിക്കണേ പഠിച്ചാ പോലെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഓ വരാൻ നന്നായുള്ളൂ. ആ ലിംഗൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതാണല്ലോ. നീ ഇന്ന് വന്നായിരുന്നെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറെ നാളെ നിന്റെ പെൺകുട്ടി എടാ, ആ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. നമ്മുടെ പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നിന്നെയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചു തരില്ല. തല്ലാനോ? ഇവനെ കണ്ട ഈ ഓറഞ്ചിട്ടേ ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. എടാ പോർക്കുമോറ, പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായമായില്ലോ കോപ്പായില്ലേ പ്രായമായില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമ്മാന്ന് പറഞ്ഞ കൊച്ചുണ്ടായിടാ. എടാ ഉമ്മ എന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അവരോട് ചോദിച്ചിട്ട് വെള്ളം ഇല്ലടാ. ചേട്ടാ ആകെ പ്രശ്നം അടി മാത്രം നടക്കണു. ഒരു ഐഡിയ ആകെ വിഷമം. ഇയാൾക്കൊരു ഉമ്മ ഉമ്മ മനസ്സിൽ കയറക്കണ്ട. ഉമേനെ വിട്. തേണ്ടിക്കൊണ്ടിരുന്നു. എല്ലാരും മാറിക്കോ, പുറത്തോട്ട് വരും. ഇല്ലാത്ത കാശുണ്ടാക്കി അയാൾ അണ്ണാക്കിട്ട് കുറെ കള്ളുവരി തളിപ്പ് കിട്ടിയ അടി കിട്ടിയ കാശെടുത്ത് കടിക്കാൻ പട്ടിന് വാങ്ങിയ പോലെ. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് വന്നത് ഇവന്റെ ആശാനാന്നാ പറഞ്ഞത്. അപ്പൊ ഇത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞാ വന്നത്. ഇവന്റെ ആശാനാന്ന് പറഞ്ഞ ഈ പരിസരത്തേക്ക് പോലും ഞാൻ എടുക്കൂല. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. എനിക്ക് പൊളിയുണ്ട്. അയാൾക്ക് താടി നിറച്ചിട്ടേ അയാൾക്ക് പ്രായോട്ടില്ലാന്ന്. പറഞ്ഞിട്ട് പോയാ നിന്റെ പ്രേമം കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയോ? എടാ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പെൺപിള്ളേരുടെ എല്ലാവരുടെയും കണ്ണൊന്നും ശ്രദ്ധിച്ചാൽ തരാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. എങ്ങനെ? എടാ നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പുന്നതായി നിനക്ക് കാണാൻ പറ്റും. അവളുടെ ചുണ്ടുകളിൽ നിന്നോടുള്ള എന്തോ പറയാൻ വേണ്ടി അത് അലയടിക്കുന്നത് നിനക്ക് തോന്നുമടാ. ഇതൊന്നും നാടകോ? എന്തായാലും കുഞ്ഞൻ പറഞ്ഞല്ല, നമുക്കൊന്ന് പോയി നോക്കാം. അല്ല കുഴപ്പമില്ല. അതെന്താന്നറിയോ, കുഞ്ഞൻ പറഞ്ഞ സ്ഥിതി നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എടാ അതുകൊണ്ട് പറഞ്ഞല്ല. ഇതിന് നോക്കിയേ ആശാനെ. ഉമ്മല്ല വാപ്പ പോയി ചാവാൻ പറ. മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ണി തന്നെ സൂക്ഷിച്ചു നോക്കണം. ഇച്ചിരി ആൾക്കാർ കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പൊക്കോ പഠിക്ക്. എന്നെ കണ്ടിട്ട് ഒരു വികാരം പോലും ഇല്ല അവൾക്ക്. കേട്ടിടാ എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. പൊക്കോ. ഇവന്മാർക്ക് എന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മളെല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല, നിങ്ങള്. അതെന്താ ടീച്ചർ വരാത്തെ? എന്റെ എൻഗേജ്മെന്റ് ആണ് മൺഡേ.
ടീച്ചർ വാ ടീച്ചർ ടീച്ചർ വാ ടീച്ചർ എന്താ ടീച്ചർ എല്ലാരും ക്ലാസ്സിൽ കയറാതെ കറങ്ങി കിടക്കണേ? അത് ഞങ്ങളാരും ടൂർ പോകണല്ലോ ടീച്ചർ. അതെന്താടോ? അതിപ്പോ ടീച്ചർ ഇല്ലെങ്കിലും ഞങ്ങളും ഇല്ല. അതെ, നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. 2 വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു കോൾ ചെയ്തോട്ടെ? ഞാൻ വരാം. പക്ഷേ ഫൈനൽ എക്സാമിന് നിങ്ങളെല്ലാവരും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാനും നീയോ? ഞങ്ങളും. ഓക്കെ. താങ്ക് യു. ഓക്കെ ടീച്ചർ. നീ പഠിക്കൂ. എന്താ പൊളിക്കല്ല, ഇനി ഒരാളും കൂടെ വന്നാ മതി. പിന്നെ പൊളിക്കല്ലേ? നീ ആര് വരാനാണ്? ഇനി ആരാണ്? ഇനി സോജേഷും കൂടെ വന്നാ പൊരിക്കും. നീ എന്താണ് സോജേഷൻ അഭിനയത്? അതെ. മാത്രല്ലോ. ആ ശരിയാ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അതെ, നീ അവന്റെ ഒപ്പം നോക്കും. നമുക്ക് പോവാം. നീ അവിടെ നിന്നോ. അല്ലടാ, നമ്മുടെ ഫോണിന്റെ കാര്യം ടീച്ചർമാർ അറിയാണ്ടിരുന്നാ മതി. നിങ്ങളിത് എങ്ങോട്ടാ? ടൂറിനാണോ അതോ ടൂർണമെന്റിനാണോ? കാണിച്ചടി. എന്ത് പാടിട്ടാ ടൂറായിട്ട് മൂടല്ലേ? നീ കാര്യം പറ, വല്ല നടന്നോ? എടാ, ഇതിലും നല്ലൊരു ക്ലൂ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാനാ? നിങ്ങൾ വലിയ ബുദ്ധിസ്റ്റുകളാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അവളൊന്ന് നമ്മളുടെ ഒപ്പം ഈ ടൂറിന് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. നീ ഇനി കണ്ടുപിടിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. നീ പോടാ കുഞ്ഞു പറഞ്ഞ. പൊടി പൊടി പൊടി. നീ പോടാ. അതെ, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കടാ. എങ്ങനെ? ഇവിടെ വഴിയുണ്ട്. പിന്നെ കൊറേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ആദ്യം കയറില്ല, നീ ആദ്യം കയറിക്കോ. എല്ലാവർക്കും എന്ത് പറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? നമ്മളെ ട്രിപ്പ് അടിച്ചു പൊളിക്കാനല്ലേ വന്നിരിക്കുന്നേ? നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ട്രിപ്പ് ആക്കണം ഇത്, വേണ്ടേ? അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറായി.
കുഞ്ഞു നീ ഒരു പാട്ട് പാടിയേ. ഞാൻ പാടിയതാ. ഞാൻ പാടും. ഞാൻ പാട്ടെ. ആ അടിപൊളി. അതെന്താ അത്? ഹിറ്റാ. ആ പൊളിക്ക്. ഒരു ഉളിപ്പിലാണ് പാടിക്കോളൂ. കപ്പലിലാണ് ആ കുപ്പയക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു ചവിട്ടറാണ്. ഞാനൊന്നു നോക്കി. നീ പിടിച്ചേ. എന്ത് ദുരന്തം അത്? ആ ശവം. ടീച്ചറിന് പാട്ട് പഠിക്കേ. എന്നെ മാത്രം നിങ്ങളെല്ലാരും കൂടെ പാടോ? ആ പാടാം. എന്ന് ഞാൻ പാടാം. ഓക്കേ. ആ തകർക്കും. ഞാൻ പാടും. ഓക്കേ ഓക്കേ പാട് പാട് ടീച്ചർ. കാറ്റാടിത്തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും ഇങ്ങനെയാണ് കാറ്റെടുത്തുള്ള മറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി ടീച്ചർ പഠിപ്പിക്കണല്ലോ ഉയർന്നു